ഒളിമ്പിക്സ് മാതൃകയിലുള്ള 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം നിർവഹിക്കും. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന ചടങ്ങ്. നാളെ മുതലാണ് മത്സരങ്ങൾ. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സോണൽ, കൗമാര പ്രതിഭകളുടെ മാർച്ച് പാസ്റ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 8 ദിവസം 10-12 വേദികൾ, 1500ഓളം പ്രതിഭകൾ ഭാവി കേരളത്തെ വാർത്തെടുക്കാനുള്ള വലിയ ആഘോഷത്തിന് കൊടികയറുകയാണ്. തീർച്ചയായിട്ടും അത് വലിയ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഒളിമ്പിക്സ് മാതൃകയിലുള്ള 67ാമത് സ്കൂൾ കായികമേള ഇവിടെ തുടക്കമാകുന്നത്. നമുക്കറിയാം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് ഒരുക്കിയിട്ടുള്ളത്. ആദ്യമായി ഉദ്ഘാടന ചടങ്ങിൻ്റെ മുന്നോടിയായി നടക്കുന്ന മാർച്ച് പാസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഏകദേശം 3000ഓളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ചടങ്ങാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെല്ലാവരും അണിനിരക്കുന്ന ആദ്യത്തെ ഐറ്റമായിട്ടുള്ള മാർച്ച് പാസ്റ്റാണ് നടക്കുന്നത്. അതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ഫുട്ബോൾ താരമായ IM വിജയനും ചേർന്ന് ദീപശിഖ കൊളുത്തും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി പരിപാടി, അതായത് കായികമേള ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. ദിവ്യാംഗരായിട്ടുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. അവർ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാർച്ച് പാസ്റ്റ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ കായികമേളയുടെ 67ാമത് കായികമേളയുടെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടി വരും. 12 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഏകദേശം 20,000ഓളം വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനോടകം ഇന്ന് നടക്കാനിരുന്ന രജിസ്ട്രേഷൻ നാളെ രാവിലത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയേണ്ടത്. എന്തായാലും കാർമേഘം മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മഴ പാടെ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഏകദേശം 3000ഓളം വിദ്യാർത്ഥികൾ ഈ സ്റ്റേഡിയത്തിൽ അണിനിരക്കുന്നുണ്ട്. ഒരു പക്ഷേ മഴ പെയ്താൽ അത് മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ മോശം രീതിയിലേക്ക് പോകുമോ എന്നൊരു സംശയം. ശരി സോണൽ, ഞാൻ തിരികെ വരാം. ഇപ്പോൾ കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് തുടരുകയാണ്. അതിലേക്ക് ഔദ്യോഗിക ഉദ്ഘാടന വേദി 5 ബാൻഡ് ട്രൂപ്പുകൾ തുടർന്ന് ഡൈസിന് മുന്നിലേക്ക് കടന്നു വരുന്നു. പാലക്കാട് ജില്ലയിൽ നിന്നെത്തിയ വിവിധ മത്സരാർത്ഥികൾ. നാളെ നടക്കുന്ന ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ചുള്ള കായിക താരങ്ങളാണ് ഇതാ ഈ വേദിയുടെ മുന്നിലൂടി കടന്നു പോകുന്നത്. ഈ ട്രാക്കിലേക്ക് കടന്നിരിക്കുന്നവർ ദയവീത് കുറച്ചുകൂടി ബാക്കിലോട്ട് നിൽക്കണം. ദയവീത് കുറച്ചുകൂടി ബാക്കിലോട്ട് നിൽക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട വിശുദ്ധ ആധുനികം ഡയസിലുണ്ട്. നിങ്ങളവർക്ക് മറഞ്ഞു നിൽക്കുകയാണ്. ദയവീത് ജില്ലാ ടീമാണ് ഈ ഡയസിലൂടെ കടന്നു വരുന്നത്. ടീം പത്തനംതിട്ട. പത്തനംതിട്ടയിൽ നിന്നെത്തിയിട്ടുള്ള ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ള കായിക താരങ്ങളാണ് ആ വേദിയിലൂടെ. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കൗമാര പ്രതിഭകളടക്കം 3000 കുഞ്ഞുങ്ങൾ അണിനിരക്കുകയാണ് ഈ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള മാർച്ച് പാസ്റ്റിൽ. മുഖ്യമന്ത്രി അല്പസമയത്തിനകം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്ന വേദിയിൽ കായികമേള ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും.